രാഷ്ട്രീയ നിരീക്ഷകൻ പ്രൊഫസർ എ ജി ജോർജിലേക്കാണ്. ശ്രീ ജോർജ് സർ, ഈ ആരോപണങ്ങൾ CMRL എക്സാലോജിക്ക് ഇടപാടുമായി ബന്ധപ്പെട്ട വിവരങ്ങൾ പുറത്തു വന്നപ്പോൾ BJP സംസ്ഥാന ഉപാധ്യക്ഷൻ അഡ്വക്കേറ്റ് ഷോൺ ജോർജ് മുൻനിർത്തിയ വളരെ ഗുരുതരമായ ഒരു കാര്യമുണ്ട്. ഇതിൽ ഈ പണം തീവ്രവാദ പ്രവർത്തനങ്ങൾക്കും അതുപോലെ രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾക്കും വേണ്ടി വിനിയോഗിച്ചിട്ടുണ്ടോ എന്ന വലിയൊരു സംശയം അദ്ദേഹം ഉയർത്തുകയാണ്. കാരണം ഒരു 10-25 വർഷമായി CMRL കേന്ദ്രീകരിച്ച് നടക്കുന്നത് അഴിമതിയുടെ, കൈക്കൂലിയുടെ വലിയൊരു കുംഭകോണമാണ് നടന്നിട്ടുള്ളത്. നമുക്കറിയാം, തോറിയം, മോണസൈറ്റ് പോലുള്ള അമൂല്യ ധാതുക്കൾ, അതിൻ്റെ ഒരു കലവറയാണ് ഈ CMRL കൈകാര്യം ചെയ്തിരുന്ന മേഖല എന്ന് നമുക്കറിയാം. അവിടെ നിന്ന് അമൂല്യ ധാതുക്കൾ കടത്തുന്ന ഒരു സാഹചര്യമൊക്കെ നേരത്തെ തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുള്ളതാണ്. അപ്പോൾ ശത്രുരാജ്യങ്ങൾക്കടക്കം ഈ ആണവ ആയുധങ്ങൾ നിർമ്മിക്കാനുള്ള ഒരു ഉപാധിയായി ഈ CMRL പ്രവർത്തിച്ചിട്ടുണ്ടോ? അതിൽ ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കളുടെ പങ്ക്, ഇതൊക്കെ വലിയ രീതിയിൽ ചോദ്യം ചെയ്തുകൊണ്ടാണ് ഷോൺ ജോർജ് ആറ്റോമിക് എനർജി കോർപ്പറേഷൻ അടക്കം പരാതി നൽകുന്ന സാഹചര്യം ഉണ്ടായത്. ഇപ്പോൾ ഹവാല കണക്ഷൻ കൂടി പുറത്തു വരുമ്പോൾ ആ ആശങ്കയെ ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ് ഉന്നയിക്കപ്പെട്ട ഈ ആരോപണങ്ങളൊക്കെ. അതിലേക്ക് വരുന്നതിന് മുമ്പ് ഒരു വാക്യം ഞാൻ ഒന്ന് വ്യക്തമാക്കിക്കൊള്ളട്ടെ. ഞാൻ ഈ പ്രസ് റിലീസിനെ കുറിച്ച് പറഞ്ഞത്, എനിക്ക് തോന്നുന്നത് അറിഞ്ഞോ അറിയാതെയോ ഹാഷിം അത് ചെറുതായിട്ടൊന്ന് ട്വിസ്റ്റ് ചെയ്ത് അതെന്തോ ഒരു വലിയ അപരാധമാണ് എന്ന രീതിയിൽ ഞാൻ പറഞ്ഞു എന്നാണ്. ഞാൻ അങ്ങനെയല്ല പറഞ്ഞത്, നെഗറ്റീവായിട്ടല്ല പറഞ്ഞത്. അതൊരു അസാധാരണമാണ്. അതിനകത്ത് വസ്തുതാപരമായ കാര്യങ്ങൾ ഉള്ളത് കൊണ്ടാണല്ലോ അങ്ങനെ ഒരു പ്രസ് റിലീസ് പൊതു സമൂഹത്തിന് മുൻപിൽ കൊണ്ടുവന്നത് എന്ന പോസിറ്റീവായിട്ടുള്ള ഒരു അർത്ഥത്തിലാണ് പറഞ്ഞത്. എന്റെ സഹപാനലിസ്റ്റുകളും അത് ചെറുതായി ഒന്ന് തെറ്റിദ്ധരിച്ചോ എന്ന് എനിക്ക് തോന്നുന്നു. അതുകൊണ്ട് നെഗറ്റീവായിട്ടുള്ള രീതിയിൽ അതിന് പറഞ്ഞിട്ടുണ്ട് എന്നുള്ള അർത്ഥത്തിലാണ്. നീലിമ ചോദിച്ച ചോദ്യം വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് നീലിമ ഇപ്പോൾ ചോദിച്ചത്. ഞാൻ അതുകൊണ്ടാണ് തുടക്കത്തിൽ പരോക്ഷമായി പറഞ്ഞു, ഇത് പ്രാദേശിക പ്രശ്നമായി തുടങ്ങി, രണ്ടാം ഘട്ടമായി ദേശീയ പ്രശ്നമായി കഴിഞ്ഞപ്പോൾ ഇപ്പോൾ ഇന്ന് നമ്മൾ ഇത് സംസാരിക്കുമ്പോൾ അന്തർദേശീയ പ്രാധാന്യമുള്ള ഒരു വിഷയമായി മാറിക്കഴിഞ്ഞിരിക്കുന്നു. ഞാനിന്ന് ബഹുമാനപ്പെട്ട BJPയുടെ സീനിയർ നേതാവായിട്ടുള്ള ഷോൺ ജോർജ് ഇതിനെ സംബന്ധിച്ച് നടത്തിയ പ്രതികരണങ്ങളൊക്കെ കൃത്യമായി സൂക്ഷിച്ച് കേട്ട ഒരാളാണ്. അദ്ദേഹം ഉന്നയിക്കുന്നതായിട്ടുള്ള ഒരു ആരോപണം അല്ലെങ്കിൽ ഒരു വസ്തുത വളരെ ഗൗരവത്തിലെടുക്കേണ്ടതായ ഒരു സംഗതിയാണ്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ 10 വർഷങ്ങളായിട്ടാണ് യഥാർത്ഥത്തിൽ ഈ CMRLന്റെ ഇടപാടുകളെ കുറിച്ചൊക്കെ സാധാരണ ജനങ്ങൾ പോലും മനസ്സിലാകുന്നത്. അപ്പൊ എത്രയോ നാളുകളായിട്ട് ലോകത്തിൽ ഏറ്റവും അധികം വിലമതിക്കപ്പെടുന്ന കരിമണൽ എന്ന് പറയുന്ന അസാധാരണമായിട്ടുള്ള ധാതുക്കൾ അടങ്ങിയ, ഇപ്പോൾ നീലിമ സൂചിപ്പിച്ചത് ഇൽമനൈറ്റ്, മോണസൈറ്റ്, തോറിയം, ഇതൊക്കെ ഉൾപ്പെടുന്ന, ഇതൊക്കെ ലോകത്തിൽ അപൂർവങ്ങളിൽ അപൂർവമായ ധാതുക്കളാണ്. ഈ ഇൽമനൈറ്റ് അതിൽ നിന്നൊക്കെ ജനറേറ്റ് ചെയ്ത് പ്രോസസ് ചെയ്തെടുക്കുന്നതായിട്ടുള്ള പല ഉൽപ്പന്നങ്ങളും ബോംബുണ്ടാക്കാനും അതുപോലെയുള്ള കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കത്തക്ക രീതിയിൽ അത്ര വളരെ വിലപ്പെട്ടതായിട്ടുള്ള ഒരു വസ്തുവാണ് നമ്മുടെ ഈ കടപ്പുറത്ത് കാണുന്നതായിട്ടുള്ള കരിമണൽ എന്ന കാര്യം പലർക്കും അറിഞ്ഞൂടാ എന്നുള്ളതാണ് അതിന്റെ ദുരവസ്ഥ. അപ്പൊ നീലിമ പറഞ്ഞതുപോലെ ഈ കഴിഞ്ഞ 10 വർഷമായി അതിന്റെ ഈ CMRLന്റെ ഉടമസ്ഥനായ കർത്ത ശശിധരൻ കർത്തായും അദ്ദേഹത്തിന്റെ കുടുംബാംഗങ്ങളും മകനും ഭാര്യയും മറ്റേ ബന്ധുക്കളും എല്ലാം കൂടി ഈ പ്രസ്ഥാനം നടത്തിക്കൊണ്ട് പോകുമ്പോൾ എത്രമാത്രം ഈ ധാതു വസ്തുക്കളാണ് ഇവിടെ നിന്ന് കടത്തിക്കൊണ്ടു പോയത് എന്നതിനെ സംബന്ധിച്ച് നാളിതുവരെ ഒരു കണക്ക് ആർക്കും ഇല്ല. ഈ കാരണം എന്താണ്? അദ്ദേഹത്തിന് പൂർണ്ണമായ സംരക്ഷണം അന്നത്തെ 10 വർഷത്തെ സർക്കാർ കൊടുത്തിരുന്നു എന്നത് വളരെ വ്യക്തമല്ലേ? അപ്പൊ അദ്ദേഹം ഉദ്ദിഷ്ട കാര്യത്തിന് ഉപകാരസ്മരണ എന്ന രീതിയിലാണ് ഈ കർത്ത മറ്റൊരു ന്യായം പറഞ്ഞുകൊണ്ട്, ഒന്നുമല്ലെങ്കിൽ പിണറായി വിജയനെ നേരിട്ട് കൊടുക്കാൻ കഴിയാതെ വന്നപ്പോൾ ഈ ഒരു കാരണം പറഞ്ഞുകൊണ്ട് 2.78 കോടി രൂപ സേവനം ലഭിച്ചു എന്ന് പറഞ്ഞ് എക്സാലോജിക് എന്ന് പറഞ്ഞ ഒരു കമ്പനിക്ക് കൊടുത്തതായി രേഖകൾ ഉണ്ടാക്കിയത്. ഇപ്പോൾ നീലിമ എക്സാലോജിക് എവിടെ പോയി? ഇപ്പോ ഈ പറയുന്ന ലേക്കർ ഇന്റർനാഷണൽ കോർപ്പറേഷൻ, ഇന്ത്യ കോർപ്പറേഷൻ എവിടെ പോയി? അപ്പോൾ അവിടെ തുടങ്ങിയിരിക്കുന്നു ഇതിന്റെ ഈ ആസൂത്രിതമായിട്ടുള്ള നീക്കങ്ങൾ. ഈ ഹവാല പോലെ, അല്ലെങ്കിൽ ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കള്ളപ്പണം വെളുപ്പിക്കുന്നത് പോലെ, അതുപോലെ തന്നെ മറ്റേ ഹീനമായ മാർഗം അല്ലെങ്കിൽ ചട്ടവിരുദ്ധമായ മാർഗങ്ങളിലൂടെ പണം മറ്റു രാജ്യങ്ങളിലേക്ക് കടത്തി അയക്കുന്നത് വഴിയൊക്കെ വളരെ വ്യാപകമായിരിക്കുന്ന ഒരു വലിയ ഒരു നെറ്റ്വർക്കിന്റെ ഭാഗത്താണ് നമ്മളിപ്പോൾ നിൽക്കുന്നത്. ശ്രീമാൻ ഷോൺ ജോർജ് ഒരു കാര്യം പറഞ്ഞു, ഇത് മഞ്ഞുമലയുടെ ഒരു അറ്റം മാത്രമേ പുറത്തു വന്നിട്ടുള്ളൂ. അപ്പോൾ അദ്ദേഹമാണല്ലോ ഇത് നിരന്തരമായി ഈ വിഷയത്തിൽ കുറെ നാളുകളായി ഇടപെട്ടുകൊണ്ടുവന്ന് ഈ അന്വേഷണത്തിലെ ഈ ഘട്ടത്തിൽ വരെ എത്തിച്ചത് അദ്ദേഹം തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല.
അപ്പോൾ അദ്ദേഹവും രാഷ്ട്രീയത്തിന് അതീതമായി പറയുന്നുണ്ട്, ഈ വസ്തുതാപരമായി പറയുന്ന കണ്ടെത്തിയതായിട്ടുള്ള ഒന്നാമതായി 85 ലക്ഷം രൂപ അയച്ചത് സംബന്ധിച്ചുള്ള രേഖകൾ, ഇതിന്റെ സോഴ്സ്, ഇത് ഏത് വഴിക്ക് പോയി, എങ്ങനെയാണ് ആരുടെ കയ്യിലെത്തി എന്നതിനെ സംബന്ധിച്ച് ഉത്തരം പറയണം.